ഹായ് ഹലോ നമസ്കാരം. നമ്മ വീട്ടിൽ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ ദിവസങ്ങളും നമുക്ക് ഒരുപോലെ ആയിരിക്കത്തില്ല, പക്ഷേ വർക്കിംഗ് ഡേയ്സൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ ഇന്നിതൊരു വർക്കിംഗ് ഡേ ആണ്. ജാനി ജഗ്ഗു നല്ല ഉറക്കമാണ്, അവരെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വിളിച്ച് എഴുന്നേൽപ്പിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി അവരുടെ ഫുഡെല്ലാം കുക്ക് ചെയ്ത് പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കും. ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഒരു ഈവനിങ് സ്നാക്ക് ഇത്രയും കൊണ്ടുപോകണം. അപ്പോൾ ലഞ്ചിനായിട്ട് ഇന്ന് ചെയ്തത് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ചിക്കൻ റോസ്റ്റ്, പിന്നെ ഒരു ദോശയും ചമ്മന്തിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഈവനിങ് സ്നാക്കായിട്ട് ആപ്പിളും. ഇതെല്ലാം കഴിഞ്ഞ് അതൊക്കെ എളുപ്പമാട്ടോ. പക്ഷേ ഇവരെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതാണ് ഭയങ്കര പാട്. ജാനകിയെ വിളിച്ചെഴുന്നേൽപ്പിക്കുക എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. പക്ഷേ ഇപ്പം ഞാൻ ഈയിടെയായിട്ട് ഇവരെ ഉറക്കച്ചടവൊക്കെ മാറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു റുട്ടീൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇവർക്കൊരു കുറച്ച് എക്സസൈസ് ചെയ്യിപ്പിക്കും. അത് നമ്മുടെ യൂട്യൂബിൽ മോർണിംഗ് കിഡ്സ് എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കിടപ്പുണ്ട്. അതിലേതെങ്കിലും വെച്ച് ചെയ്യിച്ച് നോക്ക് കേട്ടോ. അത് കിഡിലൻ റുട്ടീനായി. കാരണം അതുകൊണ്ട് ഇവർ പെട്ടെന്ന് ഓണാവും, നല്ല വാമപ്പാകും, നല്ല എനർജറ്റിക് ആവും. പിന്നെ ഇവർക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കെ നല്ലതാണ്. അത് ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടില്ല, ഒന്ന് ചെയ്ത് നോക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു എക്സസൈസ്, അത് കുറേ നേരമൊന്നുമല്ല, 5-6 മിനിറ്റൊക്കെ ഉള്ളൂ. പക്ഷേ ആദ്യമൊക്കെ ഇവർക്ക് മടിയായിരുന്നു, ഇപ്പോൾ ഇവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. എന്തായാലും ഞങ്ങൾ സ്കൂളിലോട്ട് പോവുക. ഇതാണ് നമ്മുടെ വഴി, നമ്മുടെ പരിസര പ്രദേശത്തെ ദീപയുടെ ബോർഡ് ഇരിക്കുന്നുണ്ട്, അഡ്വക്കേറ്റ് ദീപ ദിവാകർ. അതാണ് നമ്മുടെ ലാൻഡ്മാർക്ക് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ രാവിലെ ഞാനിവിടെ കൊണ്ടുവിടാൻ പോകും. അത് ജഗ്ഗുവിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ അവന് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് രാവിലെ ഇച്ചിരി പാടാണ്, നമ്മളോട് കുളിച്ച് ഒരുങ്ങുകയൊക്കെ ചെയ്യണ്ടേ. എന്നാലും പക്ഷേ എന്നും ഇങ്ങനെ കൊണ്ടുവിട്ടിട്ട് അങ്ങ് പോകുമ്പോൾ ചെറിയൊരു സങ്കടമാണ്. പക്ഷെ അവർ ഹാപ്പി ആട്ടോ, അവർക്ക് സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മഹാഗുരു ഇൻ്റർനാഷണൽ സ്കൂൾ കട്ടച്ചിറ, അവിടെയാണ് അവർ പഠിക്കുന്നത്. നല്ലൊരു ഡിഫറെൻ്റ് അപ്രോച്ചിൽ കുട്ടികളെ ഡീൽ ചെയ്യുന്നൊരു സ്കൂളാട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മീൻ മേടിക്കുന്നത് ഞങ്ങളുടെ സ്ഥിരം കടയാട്ടോ. ഇവിടെയാണെങ്കിൽ മീൻ മേടിക്കും, ഇവിടെ നിന്ന് കട്ട് ചെയ്തും തരും. പക്ഷെ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി നേരത്തെയാണ്, അതുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി വരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ മീനൊക്കെ മേടിച്ചു. അത്രയൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് വിശക്കും കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് വെട്ടം ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കും. അച്ചാച്ചനും അമ്മ ഓൾറെഡി കഴിച്ചു. ദോശയാണ് ഞങ്ങൾ ചുട്ടപ്പം തന്നെ കഴിക്കാൻ, ചൂട് പോയാൽ കൊള്ളത്തില്ലല്ലോ. അതിനി കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കുക്കിങ്ങിലേക്ക് കയറി. ഇന്ന് നമ്മൾ ആറ്റുവാള എന്ന് പറഞ്ഞ മീനായിരുന്നു വാങ്ങിയത്. അത് വെച്ച് നമ്മൾ കോട്ടയം സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കി. പിന്നെന്താ, നമ്മൾ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി തോരൻ, പിന്നെ തക്കാളിയും മോരും ഒക്കെ ഇട്ടിട്ടൊരു ഒരു കറി, തക്കാളി മോര് കാച്ചിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഇന്ന് എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുറച്ചധികം ചോറൊക്കെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഇന്ന് ദീപ ഓഫീസിൽ നിന്ന് ഇച്ചിരി നേരത്തെ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിന് പോയി. നമ്മളിവിടെ കാട്ടൂർ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്. അപ്പം അവിടെയാണ് നമ്മൾ വന്നത്. ഇവിടെ കിഡിലനാണ് ഇവിടുത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷൻ എല്ലാം. അപ്പം നല്ല ക്ലീൻ വെൽ അറേഞ്ച്ഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് എപ്പോഴും വാങ്ങുന്നത് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫുകൾ, ചേച്ചിമാർ എല്ലാം അടിപൊളിയാണ്. അപ്പം നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ, പിന്നെ എന്നും നമ്മളിത് ഈ ഒരു സെക്ഷൻ, നമ്മുടെ ഓർഗാനിക് സാധനങ്ങളൊക്കെ കിട്ടുന്ന സെക്ഷനിൽ എന്നും ഒന്ന് വരും കേട്ടോ. നമ്മളും തുടങ്ങിയിട്ട് ചെറുതായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഗ്രഹത്തിനവിടെ പോയി നിൽക്കും. പിന്നെ ഞങ്ങളുടെ കത്തിയടിയാണ് ഇതിൻ്റെ മെയിനായിട്ട്. ഞങ്ങൾ ഈ ഷോപ്പിംഗ് സമയത്താണ് ഞാനും ദീപ ഏറ്റവും ഗോസിപ്പുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് കേട്ടോ. അതിന് ഭയങ്കര ഇഷ്ടമാണ് ആ ഷോപ്പിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മളിങ്ങനെ എല്ലാം നോക്കി നടക്കും. ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ സെക്ഷൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര അതെടുക്കാൻ ഇങ്ങനെ ഭയങ്കര ക്രേവിങ് തോന്നും, പക്ഷെ എടുക്കുന്നില്ല കേട്ടോ. എന്തായാലും അങ്ങനെ ഫൈനലി നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോഴത്തേന് 4 മണിയായി. ഇനിയിപ്പോൾ പിള്ളേരെ വിളിക്കാൻ പോകണം. അവിടെ ചെന്നപ്പോൾ കളിച്ച് വേർത്ത് കുളിച്ചാണ് ജഗ്ഗുവും ജാനിയൊക്കെ വന്നത്. അവർക്ക് ഒരു 3 മണിക്കൊക്കെ സ്കൂള് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുൾ പ്ലേ ടൈമാണ്. അങ്ങനെ പിന്നെ അങ്ങോട്ട് തുടങ്ങും ജാനിയുടെ കഥ പറച്ചിൽ. അന്നത്തെ ദിവസം ഇങ്ങനെ നമുക്ക് ഡോക്യുമെൻ്ററി ചെയ്യും. അത് നല്ല കാര്യമല്ലേ, അതൊക്കെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ നേരെ കുളിക്കലാണ്. കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവരുടെ ക്രാഫ്റ്റ് സെക്ഷനിലോട്ട് കയറും കേട്ടോ. നമുക്കിച്ചിരി പാടാണ്, ഇവിടെ എല്ലാം ഇച്ചിരി യുദ്ധക്കളം പോലെ ആകും. എന്നാലും TV കുറേ നേരം ഇന്ന് കാണുന്നതിലും നല്ലതല്ലേ. കുറേ ക്രാഫ്റ്റ് അതും ഇതും വണ്ടിയും എന്തൊക്കെയോ ഉണ്ടാക്കും. എന്തായാലും രസമാണ്. പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ ഞാനും ഒന്ന് കുളിച്ച് നല്ല ഫ്രഷായി. അപ്പോഴത്തേനും സന്ധ്യയായി. ആ സമയമാണല്ലോ നമ്മൾ ഏറ്റവും റിലാക്സ് ആവുന്നൊരു ടൈമാണ്. അപ്പോൾ നമ്മളിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ കിളികളുടെയൊക്കെ സൗണ്ടും അതൊക്കെ ചേക്കേറാൻ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന എപ്പോഴും അച്ചാച്ചനാട്ടോ. നമ്മുടെ പൂജാരി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അച്ചാച്ചൻ വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ചുമ്മാ റിലാക്സ് ചെയ്തിരിക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നും അങ്ങനെ നടക്കത്തില്ല.
അപ്പം ജഗ്ഗു വന്നിട്ട് തോളത്ത് കയറും. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് എന്താണ് പിന്നെ നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഈവനിങ് ടീ ടൈം. ഇന്ന് കട്ടൻ ചായയാണ്. നമ്മളിത് പുറത്ത് പോയതുകൊണ്ട് ബജിക്കടയിൽ നിന്ന് ബജിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അച്ചാച്ചൻ്റെ അമ്മയുടെയും ഏറ്റവും റിലാക്സിങ് ടൈം. അവർ സീരിയലെല്ലാം കാണും കേട്ടോ. ഈ ടൈമിൽ ഞാൻ പിള്ളേരെ പഠിപ്പിക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട് പോരും. പിള്ളേരെ പഠിപ്പിച്ച് കഴിയുമ്പോൾ അവരെക്കാൾ ഉറക്കം വരുന്നത് എനിക്കാന്നേ ഉള്ളൂ. പിന്നെ അത് നമ്മൾ ഇടയ്ക്ക് ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ ഇവർക്ക് ബെഡ് ടൈം സ്റ്റോറി ടൈമാണ്. അപ്പോൾ അതിനൊരു കുറേ ബുക്സൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു 10 ബുക്കുകൾ, അത് കൊള്ളാം കേട്ടോ, നല്ലൊരു ബൈയാണ്. അപ്പോൾ അതിലത്തെ ഓരോരോ കഥകളായിട്ട് വായിക്കലും പഠിക്കലൊക്കെയാണ്. പിന്നെ ഇപ്പോൾ രാത്രിയായി, അമ്മ മാക്സിമം അവിടെ എല്ലാവരും ഇരിക്കുന്ന അത്രയും ടൈം നമ്മൾ ടി വി കാണാൻ നോക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു സമയത്തൊക്കെ പിള്ളേർ കിടന്ന് ഉറങ്ങി. കാരണം അവർക്ക് നല്ല ഓട്ടം ചാട്ടമൊക്കെ ആണല്ലോ സ്കൂളിൽ, അതുകൊണ്ട് നല്ല ടയർഡായിട്ട് കിടന്ന് ഉറങ്ങുക. അത് കഴിയുമ്പോൾ എനിക്ക് എന്നും കാണും കുറച്ച് തുണി മടക്കി വെക്കലും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ദീപുവിനെ വിളിക്കണം. അത്രയൊക്കെയാണ് എൻ്റെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ. അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.